എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ലെമൺ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ലെമൺ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അതിലേക്ക് ഇടാനുള്ള കടല ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പിടി പച്ചക്കടല എടുത്തിട്ടുണ്ട്. അത് ചൂടായ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇങ്ങനെ ഒരു ഫ്രൈ ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ടത് എയർ കയറാത്ത ഒരു ഡപ്പയിലിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെമൺ റൈസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. കടല നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ആറാൻ വെക്കാം. ഇത് ആറിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകിടുക. അതോടൊപ്പം തന്നെ കുറച്ച് ഉഴുന്ന്, കുറച്ച് പരിപ്പ്, നിലയിൽ മഞ്ഞപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇടുക. ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. കടല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഞാനിപ്പോൾ 1 ലെമണാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുളി നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ബുള്ളറ്റ് റൈസാണ് എപ്പോഴും ലെമൺ റൈസ് ഉണ്ടാക്കുന്നതിന് നല്ലത്. ചോറ് അധികം വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുന്നതായിരിക്കും കാണാനും ടേസ്റ്റിനും നല്ലത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ലെമൺ റൈസ്. കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണിത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.